ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പോലീസ് മേധാവിമാരുടെ 60ാമത് അഖിലേന്ത്യാ സമ്മേളനം ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഹരിയാന സന്ദർശിക്കും. കുരുക്ഷേത്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 20ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് 50,68 ലക്ഷം എന്യൂമറേഷൻ ഫോമുകൾ കൈമാറിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ കൌൺസിലിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഇന്ത്യ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് കൈത്താങ്ങുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധു. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ നടക്കുന്ന പോലീസ് മേധാവിമാരുടെ 60ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും നടക്കുന്ന വിവിധ സെഷനുകളിൽ അദ്ദേഹം സംബന്ധിക്കും. സമ്മേളനത്തിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും പ്രധാനമന്ത്രി സമ്മാനിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് മേധാവിമാർ, കേന്ദ്ര പോലീസ് സംഘടനകളുടെ തലവന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇരുസഭകളിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സർക്കാർ സഹകരണം തേടും. അടുത്ത മാസം 1 മുതൽ 19 വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടക്കുക. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഹരിയാന സന്ദർശിക്കും. കുരുക്ഷേത്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 20ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തോടനുബന്ധിച്ച് കുരുക്ഷേത്രയിൽ നടക്കുന്ന അഖില ഭാരതീയ ദേവസ്ഥാനം സമ്മേളനത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് 50,68 ലക്ഷം എന്യൂമറേഷൻ ഫോമുകൾ ഇതിനകം കൈമാറിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ട മൊത്തം 51 കോടി വോട്ടർമാരുടെ 99.43% ഫോം ലഭ്യമാക്കിയിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഫോം പൂരിപ്പിച്ച് നൽകിയവർ എല്ലാം കരട് വോട്ടർ പട്ടികയിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2002 പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ വിവരങ്ങൾ പരിശോധിക്കുമെന്നും പിന്നീട് ഹിയറിംഗ് നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതിനായി സജ്ജമാക്കുന്നത്. വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. എയർബസ് A320 വിഭാഗത്തിൽ ഉൾപ്പെട്ട വിമാനങ്ങളിൽ നിർബന്ധിത സുരക്ഷാ മാറ്റങ്ങൾ വരുത്തുന്നതുവരെ സർവീസ് നിർത്തിവയ്ക്കാൻ DGCA ഉത്തരവിട്ടു. എയർബസ് A318, 319, 320, A321 എന്നീ ഫ്ലീറ്റുകൾക്ക് ഇത് ബാധകമാകും. നിർദ്ദിഷ്ട പരിശോധനകൾ പൂർത്തിയാകുന്നതുവരെ വിമാനങ്ങൾ നിലത്തിറക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വിഭാഗത്തിൽ ഇന്ത്യൻ എയർലൈൻസിനും ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യയ്ക്കും ചേർന്ന് 350-ൽ അധികം വിമാനങ്ങളാണ് ഉള്ളത്. സാങ്കേതിക മേഖലയിലെ പുരോഗതിയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുള്ള മുന്നേറ്റമാണ് സേനാ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. Remind yourself of the lines of the Indian Naval Academy prayer, courage to face and overcome my own doubts and prejudices, the fortitude to defend the right and shun the wrong. A harder right may lead to temporary setback, but remember, ups and downs are always part of life. A bend in a road is not the end of the road, so never ever give up. 34 വനിതാ കേഡറ്റുകൾ ഉൾപ്പെടെ 232 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും.
നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡിസംബർ 3-ന് തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. പരിപാടിയുടെ ഡ്രസ് റിഹേഴ്സൽ ഇന്നും തിങ്കളാഴ്ചയും ശംഖുമുഖത്ത് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 2026-27 അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ കൌൺസിലിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഇന്ത്യ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ ലണ്ടനിൽ നടന്ന IMO അസംബ്ലിയുടെ 34ാമത് യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 169 വോട്ടുകളിൽ 154 വോട്ട് ഇന്ത്യ നേടി. ശ്രീലങ്കയിൽ ദുരന്തം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ തീരത്തേക്ക് നീങ്ങുന്നു. ശ്രീലങ്കൻ തീരത്തിന് ഏകദേശം 80 കിലോമീറ്റർ മാറി ചെന്നൈയുടെ തെക്ക് നിന്ന് 430 കിലോമീറ്റർ അകലെയാണ് നിലവിൽ ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. നാളെ പുലർച്ചെയോടെ വടക്കൻ തമിഴ്നാടിനും തെക്കൻ ആന്ധ്ര തീരത്തിനും സമീപം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്താൻ സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. അതേസമയം നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ എന്നിവയുൾപ്പെടെ തമിഴ്നാടിന്റെ തീരജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ 16 സംഘങ്ങളെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 സംഘങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നേരിടാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം നടത്തിയിട്ടുണ്ടെന്നും ജനങ്ങളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. തമിഴ്നാടിന്റെ തീരമേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. 69 പേരുടെ മരണത്തിനിടയാക്കിയ ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ 80-ലധികം NDRF ഉദ്യോഗസ്ഥരെ കൊളംബോയിലെത്തിച്ചു. ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെ 21 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും ഇന്ത്യൻ വ്യോമസേന എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, തെക്കൻ കർണാടക എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. പവന് 1000 രൂപ കൂടി 95,200 രൂപയും ഗ്രാമിന് 11,900 രൂപയുമാണ് ഇന്നത്തെ വില. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിലെ ആദ്യ പൂൾ ബി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ചെന്നൈയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചിലിയെ 7-0 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷാണ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകൻ. ചിലി, ഒമാൻ, സ്വിറ്റ്സർലൻഡ് എന്നിവരോടൊപ്പം പൂൾ ബിയിലാണ് ഇന്ത്യ. ഇന്ത്യ 2 തവണ ജൂനിയർ ഹോക്കി ലോകകപ്പ് നേടിയിട്ടുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര നാളെ ആരംഭിക്കും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 റാഞ്ചിയിൽ നടക്കും. ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയിരുന്നു. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്തിന് സുവർണ്ണമയൂരം. യുവ ചലച്ചിത്ര നിർമ്മാതാക്കളെയും വനിതകളെയും ശാക്തീകരിക്കുന്നതിൽ 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള വിജയിച്ചതായി സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. ഇന്ത്യൻ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ ഇതിഹാസ നടൻ രജനീകാന്തിനെ സമാപന ചടങ്ങിൽ ആദരിച്ചു. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഡിസംബർ 12-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തിരിതെളിയും. 70ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ൽ പരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 30ാമത് IFFKയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് സമ്മാനിക്കും. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ 8.2% വളർച്ച രേഖപ്പെടുത്തിയതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. കഴിഞ്ഞ 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണിത്. GST നിരക്ക് കുറച്ചതിനെ തുടർന്ന് ഉപഭോഗ വർധനവ് വളരുമെന്ന പ്രതീക്ഷയിൽ ഫാക്ടറിയിൽ ഉത്പാദനം വർദ്ധിപ്പിച്ചതാണ് ഗണ്യമായ വർധനയ്ക്ക് കാരണമായി കണക്കാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പോലീസ് മേധാവിമാരുടെ 60ാമത് അഖിലേന്ത്യാ സമ്മേളനം ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഹരിയാന സന്ദർശിക്കും. കുരുക്ഷേത്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 20ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് 50.68 ലക്ഷം എന്യൂമറേഷൻ ഫോമുകൾ കൈമാറിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ.
അന്താരാഷ്ട്ര മാരിടൈം സംഘടനാ സമിതിയിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് കൈത്താങ്ങുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.